നമസ്കാരം, എല്ലാവർക്കും ദി ഇലക്ഷൻ ചാനലിലേക്ക് സ്വാഗതം. വോട്ടെടുപ്പ് തുടങ്ങാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. പക്ഷേ കേരളം വിവാദങ്ങളിൽ കത്തുകയാണ്. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് പാലക്കാട് BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനെ വെട്ടിലാക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്. BJP പ്രവർത്തകർ വോട്ടർമാർക്ക് പണം നൽകുന്നു എന്ന ആരോപണം അവിടെ ഉന്നയിക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തകർ ചില ദൃശ്യങ്ങൾ പുറത്തുവിട്ടു. അത് വിവാദമായി കത്തിപ്പടരുകയാണ്. ആരോപണം നിഷേധിക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ. ക്യാൻസർ രോഗിയെ കാണാനാണ് തിരുവക്കൃഷിയിലേക്ക് പോയത്. അതാണ് ശോഭയുടെ വാദം. പൈസ കൊടുത്ത സ്ത്രീയെ അറിയില്ല. പക്ഷേ പൈസ നൽകിയ സ്ത്രീക്കൊപ്പം ശോഭാ സുരേന്ദ്രൻ നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തുവിട്ടു കോൺഗ്രസ്. ബേപ്പൂരിലും സമാനമായ ആരോപണം ഉയർന്നു. UDF പണം നൽകി സ്വാധീനിക്കാൻ ശ്രമിച്ചതായി പരാതി നൽകി LDF. കോൺഗ്രസ് ബേപ്പൂർ മണ്ഡലം പ്രസിഡന്റ് 2000 രൂപ നൽകി എന്നാരോപിച്ച് LDFിൻ്റെ ബേപ്പൂർ ബൂത്ത് ഏജന്റ് മാറാട് പോലീസിൽ പരാതി നൽകി. 2018 മഹാപ്രളയം മനുഷ്യനിർമ്മിതം എന്ന് ആവർത്തിച്ചു മാത്യു കുഴൽനാടൻ. ആ വിവാദവും കത്തുകയാണ്. ജലവിഭവ വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന്റെ വിശദാംശങ്ങളും മാത്യു പുറത്തുവിട്ടു. കാനൂരിൽ മണ്ഡലത്തെ പാകിസ്ഥാൻ എന്ന് വിശേഷിപ്പിച്ച മന്ത്രി V. അബ്ദുറഹ്മാൻ നടത്തിയ പരാമർശം വിവാദമായി തുടരുകയാണ്. അടൂർ നിയോജക മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി CV ശാന്തകുമാറിന് ഇന്ന് പൊട്ടിക്കരയേണ്ടി വന്നു. ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും വോട്ടർമാർക്ക് എന്ത് സന്ദേശമാണ് നൽകുന്നത്? വിവാദങ്ങൾ ജനവിധിയെ എങ്ങനെ സ്വാധീനിക്കും? പ്രചാരണ ചൂടിൽ രാഷ്ട്രീയ കടുപ്പം എത്രത്തോളം ഉയർന്നിരിക്കുന്നു? പരിശോധിക്കാം. എല്ലാവർക്കും ദി ഇലക്ഷൻ ചാനലിലേക്ക് സ്വാഗതം. പാലക്കാട് നേരത്തെ തന്നെ ത്രികോണ മത്സരം കൊണ്ട് ശ്രദ്ധേയമായ ഒരു മണ്ഡലമായിരുന്നു. BJP അവിടെ വലിയ പ്രതീക്ഷയാണ് വെച്ചു പുലർത്തുകയും ചെയ്തിരുന്നത്. ഇത്തവണ അവിടെ നിന്ന് ഒരു MLA ഉണ്ടാകും എന്ന ഒരു അവകാശവാദം BJP നേതൃത്വം നേരത്തെ തന്നെ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അതിനുവേണ്ടി ആദ്യഘട്ടങ്ങളിൽ തന്നെ ശോഭാ സുരേന്ദ്രൻ അവിടെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. പാലക്കാട് പക്ഷേ ഇതിൻ്റെ അവസാന നിമിഷങ്ങളിൽ ആണ് ചില വിവാദങ്ങൾ ഉയർന്നു പൊങ്ങുന്നത്. പാലക്കാട് BJP പ്രവർത്തകർ വോട്ടർമാർക്ക് പണം നൽകുന്നു എന്ന കോൺഗ്രസ് ആരോപണം ശക്തമായി തുടരുകയാണ്. പണം വിതരണം ചെയ്യുന്നതിൻ്റെ എന്ന് അവകാശപ്പെടുന്ന ചില ദൃശ്യങ്ങൾ കോൺഗ്രസ് പ്രവർത്തകർ പുറത്തുവിട്ടു. കണ്ണാടി പഞ്ചായത്തിലെ തിരുവാക്കുറിശ്ശിയിലാണ് സംഭവം. ശോഭാ സുരേന്ദ്രനൊപ്പം കാറിലുണ്ടായിരുന്ന സ്ത്രീയാണ് പുറത്തിറങ്ങി 70-കാരിയായ ദേവു എന്ന സ്ത്രീക്ക് പണം നൽകിയത് എന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. ഹൃദയയുടെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരാൾ മരിച്ചിരുന്നു. ആ മരണ വീട്ടിലേക്ക് NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനും പ്രവർത്തകരും പോയിരുന്നു. തുടർന്നാണ് ഈ തൊട്ടടുത്ത വീട്ടിലേക്ക് വന്നത്. അവിടെയാണ് ഈ വൃദ്ധമാതാവുമായി കുറച്ചു നേരം സംസാരിച്ചത്. പിന്നീട് വൃദ്ധയുടെ കയ്യിൽ ഒരു സ്ത്രീ പണം നൽകുന്നു എന്നാണ് ആരോപണം. ദൃശ്യങ്ങൾ പകർത്തിയവരുമായും NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ തർക്കിക്കുന്നു എന്നവർ പറയുന്നു. അതിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു. പാലക്കാട് നഗരസഭ മുൻ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ ഉൾപ്പെടെയുള്ളവർ ശോഭാ സുരേന്ദ്രനൊപ്പം ഉണ്ടായിരുന്നു. പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകരാണ് ദൃശ്യങ്ങൾ പകർത്തിയത്. ശോഭാ സുരേന്ദ്രനെ അയോഗ്യ ആക്കണം എന്ന് ഈ ഘട്ടത്തിൽ അവിടെ നിന്ന് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും CPMൻ്റെ ഭാഗത്തു നിന്നുമൊക്കെ ആവശ്യം ഉയർന്നു. ഷാഫി പറമ്പിൽ അത് പ്രധാനമായി ഉന്നയിക്കുകയും ചെയ്തു. പൈസ കൊടുത്ത് പാലക്കാടിനെ വാങ്ങാൻ കഴിയില്ല എന്നായിരുന്നു ഷാഫിയുടെ പ്രതികരണം. BJP പരാജയം സമ്മതിച്ചുവെന്നും ഷാഫി പറമ്പിൽ പറയുകയാണ്. ഏതായാലും ഇന്ന് വലിയ വാദപ്രതിവാദങ്ങൾക്ക് ഇന്ന് തുടക്കം കുറിച്ചു. പാലക്കാട് എന്തൊക്കെ തരത്തിലുള്ള പ്രതികരണങ്ങൾ പുറത്തു വന്നുവെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആ പ്രതികരണങ്ങൾ ഇന്ന് കാണാം ദി ഇലക്ഷൻ ചാനൽ. എന്താണ് നിലനിൽക്കുന്ന തെരഞ്ഞെടുപ്പ് ചട്ടം എന്നറിയാതെ ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കാൻ വരുന്ന ഒരാളല്ല നിങ്ങളുടെ ശോഭാ സുരേന്ദ്രൻ. ഇതെന്റെ 10ാമത്തെ തെരഞ്ഞെടുപ്പാണ്. 9 തെരഞ്ഞെടുപ്പുകളിലും നിങ്ങൾ എന്നെ കേരളത്തിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ 10ാമത്തെ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ ഞാൻ വിജയിക്കുമെന്നായപ്പോൾ ഇന്നലെ ഒരു തിരക്കഥ തയ്യാറാക്കി കൊടുത്ത് ഇന്ന് എന്റെ കാറിന്റെ പിറകിൽ മണിക്കൂറുകൾ ഫോളോ ചെയ്യാൻ ആരാണ് അനുവാദം കൊടുത്തത്? ഇതിനകത്ത് ഭാരതീയ ജനതാ പാർട്ടിയോ പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന ഒരാളോ അവിടുത്തെ ആ അമ്മയ്ക്ക് പൈസ കൊടുക്കുന്നതിന്റെ ഏതെങ്കിലും ഒരു വിഷ്വൽ നിങ്ങളൊന്ന് കാണിക്കണം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശക്തമായ നടപടികൾ സ്വീകരിക്കണം. BJP കമ്മീഷൻ അല്ലെങ്കിൽ
തീർച്ചയായിട്ടും ഇതിൽ അയോഗ്യത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉറപ്പായിട്ടും ചെയ്യണം. പിന്നെ ഇത് കണ്ണാടിയിൽ ആ ഒരു വീട്ടിൽ മാത്രം നടത്താൻ ശ്രമിച്ച ഒരു എക്സസൈസ് ആയിട്ട് കാണാനും കഴിയില്ല. പലയിടങ്ങളിലും ശ്രമിച്ചിട്ടുണ്ടാകുമെന്ന് ഉറപ്പാണ്. ഞങ്ങൾ രേഖാമൂലം പരാതി കൊടുക്കുന്നുണ്ട്. തെളിവ് സഹിതം ഇത് പുറത്തു വന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇത് അഡ്മിറ്റ് ചെയ്യുമെങ്കിലും ചെയ്തത്. പാലക്കാട് മണ്ഡലത്തെ പറ്റി കൃത്യമായി അറിയുന്ന ആളുകൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, അവിടെ ഈ കണ്ണാടി പഞ്ചായത്തിൽ ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനമുള്ളൊരു മണ്ഡലമാണ്, അല്ലെങ്കിൽ ഒരു പ്രദേശമാണ്. ആ മണ്ഡലത്തിനകത്ത് ഇടതുപക്ഷത്തിന് കാര്യമായ ഒരു പ്രതീക്ഷ അവർ അർപ്പിക്കുന്ന ഒരു പ്രദേശമാണ് കണ്ണാടി. അവിടെയാണ് ഇത്തരം ഒരു ആരോപണം ഉയർന്നു വന്നിട്ടുള്ളത്. നഗരപ്രദേശങ്ങളിൽ BJP അവർക്ക് വലിയ മേൽക്കൈയുണ്ട് എന്ന് അവകാശപ്പെടുന്നൊരു സ്ഥലമാണ്. അതേസമയം പ്രായരി പഞ്ചായത്തിലാണ് UDF വലിയ മേൽക്കൈ അവകാശപ്പെടുന്നത്. ഈ വിവാദം വലിയ തോതിൽ പാലക്കാടിനെ പിടിച്ച് കുലുക്കിയിരിക്കുകയാണ്. ഇതൊക്കെ ആരോപണങ്ങളൊക്കെ ശോഭാ സുരേന്ദ്രൻ നിഷേധിക്കുമ്പോഴും പൈസ നൽകിയ സ്ത്രീക്കൊപ്പം ശോഭാ സുരേന്ദ്രൻ നിൽക്കുന്ന ചിത്രങ്ങൾ കോൺഗ്രസ് പുറത്തുവിട്ടു. അത് പാലക്കാട് BJP ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ശോഭാ സുരേന്ദ്രനൊപ്പം നിൽക്കുന്ന ഫോട്ടോ ആണ് എന്ന തരത്തിലാണ് അവർ ആ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. ഇത് നേരത്തെ തന്നെ ഇത്തരം നിരവധി വിവാദങ്ങൾ നമ്മുടെ തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രകടമായിരുന്നു. വാടാനപ്പള്ളിയിൽ സമാനമായ രീതിയിൽ കിറ്റ് വിവാദം തലപൊക്കിയിരുന്നു. അതിനെ സംബന്ധിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തർക്കങ്ങൾ നടക്കുന്ന നടൻ ദേവനെ ഉൾപ്പെടെ അത് സംബന്ധിച്ച് അവിടെ വിവാദങ്ങളിൽ വരികയും ഒക്കെ ചെയ്ത ഒരു സംഭവമുണ്ടായിരുന്നു. മറ്റൊന്ന് തൃശ്ശൂരിൽ ഒളരിക്കരയിൽ മദ്യം നൽകി വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ശ്രമം നടന്നു എന്ന ഒരു ആരോപണം അവിടെ ഉയർന്നു വന്നിരുന്നു. ആലപ്പുഴയിലും ഈ വോട്ടർമാർക്ക് സാരി നൽകി അവരെ സ്വീകരിക്കാനുള്ള ഒരു ശ്രമം നടന്നു എന്ന് ഉള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അതോടൊപ്പം തന്നെ BJP പ്രവർത്തകരിൽ നിന്ന് പണം വാങ്ങിയെന്ന് ശോഭാ സുരേന്ദ്രൻ വെട്ടിലായ വിവാദത്തിൽ തുക കൈപ്പറ്റിയ വൃദ്ധ ഇത് സംബന്ധിച്ചൊരു പ്രതികരണം നടത്തി. മരുന്ന് വാങ്ങാൻ താൻ പണം ആവശ്യപ്പെട്ടു എന്ന് വൃദ്ധ പറഞ്ഞു. എന്നാൽ വീട്ടിലുണ്ടായിരുന്നത് പെൻഷൻ വാങ്ങിയ തുകയാണെന്നാണ് വൃദ്ധ വിശദീകരിച്ചത്. അപ്പോൾ നമുക്കതിൻ്റെ പ്രതികരണങ്ങൾ കൂടി കാണാം. 4000 ഉണ്ട്. അതല്ല ആ ശോഭ തരാ പറഞ്ഞു. വന്നാ തരാ പറഞ്ഞു. അല്ല ഒരു പൈസ കയ്യിൽ വെച്ച് കയ്യിലെന്തോ തന്നില്ലേ? അതെന്താ വീഡിയോ വന്നിട്ടുണ്ടല്ലോ. അത് അവർ കൈ കൊടുത്താണ് ഇങ്ങനെ തൊഴിലും ഒക്കെ ചെയ്യും. തൊഴിലും ഒക്കെ ചെയ്യും. കാല് കൊടുത്തു നിൽക്കാൻ വയ്യ. ഈ ബാഗിൽ നിന്ന് തരുന്നത്, ഈ ബാഗിൽ നിന്ന് എടുത്ത് തരുന്നത് എന്താ? ഈ ബാഗിൽ നിന്ന് എടുത്ത് തന്നത് കുട്ടി വേഗം ശരി ഉള്ളിപ്പൊക്കണം. വയ്യാണ്ട് തന്നെ ശരി 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 5 മാസം. അപ്പൊ പൈസ കിട്ടിയില്ല? അവരോട് അമ്മ പൈസ ചോദിച്ചൂലേ? ഇന്ന് പറഞ്ഞു പിന്നെ പറയാന്നാണോ പറഞ്ഞേ? ശരി ശരി ഓക്കെ ഓക്കെ. യെസ്, അതാണ് ആ വൃദ്ധമാതാവിൻ്റെ ഒരു പ്രതികരണം. തനിക്ക് പൈസ കിട്ടിയില്ല എന്നവർ പിന്നീട് പറയുന്നു. ആദ്യഘട്ടത്തിൽ താൻ പൈസ ചോദിച്ചു എന്ന് അവർ പറയുന്നുണ്ട്. പിന്നീട് പൈസ കിട്ടിയില്ല എന്ന് അവർ പറയുകയും ചെയ്യുന്നുണ്ട്. ഫ്ലൈയിങ് സ്ക്വാഡും ഇത് സംബന്ധിച്ച് അവിടെ വന്ന് പരിശോധന നടത്തി. അതിൻ്റെ പ്രതികരണങ്ങൾ കൂടി നമുക്ക് കാണേണ്ടതുണ്ട്. മെസ്സേജ് കിട്ടിയപ്പോൾ ഞങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി. ദൃശ്യങ്ങൾ കണ്ടിരുന്നോ? ദൃശ്യങ്ങൾ കണ്ടിട്ടില്ല. നമുക്ക് മെസ്സേജ് വന്നതാണ് ഞങ്ങളുടെ ഗ്രൂപ്പിൽ, ഫ്ലൈയിങ് സ്ക്വാഡിന്റെ ഗ്രൂപ്പിൽ മെസ്സേജ് വന്നപ്പോൾ ഞങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി വന്നു. നിങ്ങൾ ഇന്നലെയൊക്കെ ഈ മേഖലയിൽ പരിശോധനകളൊക്കെ ഉണ്ടായിരുന്നോ? ഇന്നലെ ഞങ്ങൾക്ക് ഫ്ലൈയിങ് സ്ക്വാഡ് പറഞ്ഞ വാഹനങ്ങൾ പരിശോധനയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിശോധനകളില്ല. ഇങ്ങനെ വന്നാൽ നമ്മൾ നോക്കുന്നില്ല. ഈ മൊബൈൽ എവിഡൻസ് പ്രധാനമല്ലേ ഇതില്? എനിക്കറിയില്ല, അത് ഞാൻ ഓഫീസിൽ. അല്ല, മുമ്പ് നിങ്ങൾക്ക് ഇത്തരത്തിൽ ഏതെങ്കിലും പരാതികൾ എന്തെങ്കിലും ലഭിച്ചിരുന്നോ? ഇതാണ് അവിടെ ഫ്ലൈയിങ് സ്ക്വാഡ് അധികൃതർ അവിടെ എത്തി പരിശോധന നടത്തിയപ്പോൾ അവിടെ നിന്ന് നമുക്ക് അവരിൽ നിന്ന് ലഭിച്ച ഒരു പ്രതികരണം. ഏതായാലും ഈ വിഷയം 2023 ഭാരതീയ ന്യായ സംഹിത വളരെ ഗൗരവത്തോടു കൂടി കാണുന്ന ഒരു വിഷയമാണ്. നമുക്കറിയാം, സെക്ഷൻ 170 അധ്യായം 9 ഇത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ചുള്ള വിശദീകരണം ഉള്ളത്. അത് പ്രകാരം ഇങ്ങനെ പണം നൽകിയിട്ടുണ്ടെങ്കിൽ അത് ഒരു വലിയ കുറ്റകൃത്യമാണ്. തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന തരത്തിൽ പ്രതിഫലം നൽകുക, അത് സ്വീകരിക്കുക, ഇതിനെയൊക്കെ കൈക്കൂലി എന്നൊരു നിർവചനത്തിന് കീഴിലാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് അവകാശങ്ങൾ വിനിയോഗിക്കാനോ അല്ലെങ്കിൽ അത് വിനിയോഗിക്കാതിരിക്കാനോ അതിനുവേണ്ടി പ്രേരിപ്പിക്കാനോ ഒക്കെ പ്രതിഫലം നൽകുന്നത് ഈ കൈക്കൂലി എന്ന തരത്തിലാണ് നിയമം അതിനെ വ്യാഖ്യാനിക്കുന്നത്. അത് നൽകുന്നതോ വാഗ്ദാനം ചെയ്യുന്നതോ സ്വീകരിക്കുന്നതോ ഒക്കെ കുറ്റകൃത്യമായി തന്നെ വരികയാണ്. തെരഞ്ഞെടുപ്പിൽ ഒരു പ്രത്യേക രീതിയിൽ പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ പ്രവർത്തിക്കാതിരിക്കാൻ
ഒക്കെ പ്രേരണയായി പ്രതിഫലം സ്വീകരിക്കുന്നതും അഴിമതിയായി തന്നെയാണ് ഈ നിയമം കണക്കാക്കുന്നത്. വ്യക്തി പ്രവർത്തിക്കാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ കൂടിയും യഥാർത്ഥത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും ഒക്കെ BNSന്റെ ഈ സെക്ഷൻ 173 ഇത് സംബന്ധിച്ച് കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അതിൽ പറയുന്നത് ഇത് ശിക്ഷ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് അവകാശങ്ങളെ സ്വാധീനിക്കാൻ കൈക്കൂലി നൽകുകയോ വാങ്ങുകയോ ചെയ്യുന്നവർക്ക് 1 വർഷം വരെയുള്ള തടവാണ് ശിക്ഷയായി പറയുന്നത്. ഇത് ലളിതമായ തടവാകാം, ചില സമയത്ത് ഇത് കഠിനമായ ഒരു തടവായും വരാം. ഇതിനോടൊപ്പം പിഴയും വേണമെങ്കിൽ ഒരു കോടതിക്ക് വിധിക്കാം. പിഴ ഇല്ലാതെയും ഈ ശിക്ഷ നൽകുകയും രണ്ടും കൂടി നൽകുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ 1 വർഷം വരെ തടവ് അല്ലെങ്കിൽ പിഴ അല്ലെങ്കിൽ 2 കൂടി ചേർന്നത് എന്നതാണ് പ്രധാനമായി വരുന്നത്. ഇതോടൊപ്പം ഈ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ട്രീറ്റോ പാർട്ടിയോ ഒക്കെ നൽകുന്നത് പോലും കൈക്കൂലിയായാണ് കരുതുന്നത്. ഇപ്പോൾ ഭക്ഷണം, പാനീയങ്ങൾ നൽകുക അല്ലെങ്കിൽ എന്തെങ്കിലും വിനോദങ്ങൾക്ക് വ്യവസ്ഥ നൽകുക, അതൊക്കെ തന്നെ ഈ ഒരു ശിക്ഷ ആകർഷിക്കാവുന്ന കുറ്റകൃത്യങ്ങളാണ് എന്നതാണ് ഇതിൽ പറയുന്നത്. പക്ഷേ അത്തരം ഈ ഭക്ഷണം നൽകുന്നതിനോ അല്ലെങ്കിൽ എന്തെങ്കിലും പാനീയം നൽകുന്നതിനോ ഒക്കെ ഫൈൻ മാത്രമേ ഉള്ളൂ, അതിന് തടവ് ശിക്ഷ പറയുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ തിരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇത്തരം അഴിമതികൾ നടത്തുന്നതിന് ഒരു നോൺ കോഗ്നിസിബിൾ കേസ് എന്ന തരത്തിലാണ് ഇത് പരിഗണിക്കുന്നത്. ഇത് ജാമ്യം ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യവും ആണ്. പഴയ IPCയിലും ഇത് ഉണ്ടായിരുന്നു. അന്ന് 171E ആണ് ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇത് ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. ഇതിനെ ഒരു കോടതിയുടെ നടപടിക്രമങ്ങളിലേക്ക് നീങ്ങേണ്ടി വരും. അതുപോലെ ഈ പീപ്പിൾസ് റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്റ്റും ഇത് സംബന്ധിച്ചുള്ള ചില നിബന്ധനകൾ വയ്ക്കുന്നുണ്ട്. ആളുകളെ അയോഗ്യരാക്കാം, തെരഞ്ഞെടുപ്പിനെ റദ്ദ് ചെയ്യാനും ഒക്കെ അധികാരം നൽകുന്ന ഒരു അധികാരം കൂടി ഈ വകുപ്പ് അനുസരിച്ച് നമ്മുടെ അധികൃതർക്ക് ഉണ്ട്. ഏതായാലും പാലക്കാട് മണ്ഡലത്തിൽ വോട്ടിന് പണം നൽകി എന്ന പരാതിയിൽ ഫ്ലൈയിങ് സ്ക്വാഡ് അന്വേഷണം നടത്തി ജില്ലാ കലക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു എന്നാണ് ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ ഖേൽക്കർ പറയുന്നത്. തനിക്ക് പണം ലഭിച്ചെന്ന് ദൃശ്യങ്ങളുള്ള ദേവു മൊഴി നൽകി. വിശദമായ അന്വേഷണത്തിൽ ജനപ്രാതിനിധ്യ നിയമത്തിൻ്റെയും പെരുമാറ്റച്ചട്ടത്തിൻ്റെയും ലംഘനം നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ പോലീസുകാരും അതുപോലെ നിരീക്ഷകരും ഒക്കെ അതിൻ്റെ പ്രത്യേക തരത്തിലുള്ള റിപ്പോർട്ടുകൾ നൽകിയിട്ടുണ്ട്. ജില്ലാ കലക്ടർ ഇതെല്ലാം പരിശോധിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഏതായാലും ഇത് ഒരു വലിയ വിവാദമായി തന്നെ വരും ദിവസങ്ങളിലും കത്തിപ്പടരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഒരു ചെറിയ ഇടവേള അനിവാര്യമാണ്. പെട്ടെന്ന് മടങ്ങി വരാം. ഷോർട്ട് ബ്രേക്ക്. തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇന്ന് പ്രധാനമായി ചർച്ചയായ മറ്റൊരു വിഷയം മാത്യു കുഴൽനാടൻ തുടങ്ങിവെച്ച വിവാദമാണ്. 2018 മഹാപ്രളയം മനുഷ്യനിർമ്മിതം എന്ന് ആവർത്തിച്ചു പറയുകയാണ് മാത്യു കുഴൽനാടൻ. 2019 പ്രളയ മുന്നൊരുക്കത്തിൽ ആദ്യം ശ്രമിച്ചത് മണൽ മാറ്റാനാണെന്ന് മാത്യു കുഴൽനാടൻ പറഞ്ഞു. 2019 മെയ് 31 ജലവിഭവ വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൻ്റെ വിശദാംശങ്ങളും അദ്ദേഹം പുറത്തുവിട്ടു. മഴയ്ക്ക് മുമ്പ് തോട്ടപ്പള്ളി സ്പിൽവേക്ക് സമീപമുള്ള മണ്ണ് നീക്കം ചെയ്യണമെന്ന ഉത്തരവുണ്ടായിരുന്നുവെന്നും പ്രളയം തടയുന്നതിനേക്കാൾ സർക്കാരിന് പ്രധാനം കരിമണലായിരുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. മാത്യു കുഴൽനാടൻ്റെ ആരോപണം സത്യത്തെ ഭയന്ന് UDF നടത്തുന്ന കള്ളപ്രചരണമാണെന്നാണ് മുൻ ജലവിഭവ വകുപ്പ് മന്ത്രി മാത്യു ടി തോമസ് പറഞ്ഞത്. 2018 സംഭവത്തിൽ ആക്ഷേപം ഉന്നയിക്കുന്നത് 2026 തിരഞ്ഞെടുപ്പ് കാലത്താണ്. UDFൻ്റെ ആരോപണം നനഞ്ഞ പടക്കം പോലെയാണെന്നും മാത്യു ടി തോമസ് പറയുകയാണ്. പ്രളയ ദുരന്ത വിവാദത്തിൽ മാത്യു കുഴൽനാടൻ മറുപടിയുമായി കെ കൃഷ്ണൻകുട്ടിയും ഇന്ന് രംഗത്തെത്തി. തോട്ടപ്പള്ളി സ്പിൽവേ വിഷയത്തിൽ നിയമസഭയിൽ ചർച്ച നടന്നിട്ടും അന്ന് എന്തുകൊണ്ട് മിണ്ടാതിരുന്നു എന്നാണ് ചോദ്യം. ഷട്ടറുകൾ നേരത്തെ തന്നെ തുറന്നിട്ടുണ്ടായിരുന്നെന്നും മാത്യു കുഴൽനാടനെതിരെ നിയമ നടപടി സ്വീകരിക്കും എന്നുമാണ് കെ കൃഷ്ണൻകുട്ടി പറയുന്നത്. M സ്വരാജിന് ഇന്ന് മാത്യു കുഴൽനാടൻ അതിൽ അദ്ദേഹം ഉന്നയിച്ച കാര്യത്തിൽ മറുപടി പറഞ്ഞു. എല്ലാറ്റിനും കോടതിയിൽ പോകുന്നതിൽ തനിക്ക് അഭിമാനമേ ഉള്ളൂ എന്നാണ് മാത്യു കുഴൽനാടൻ കോടതിയിൽ പോകാത്ത എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് പറഞ്ഞു. അന്തംകമ്മികളെ പോലെയാണ് സ്വരാജ് സംസാരിക്കുന്നത്, സ്വരാജ് നന്നായി നടക്കുന്നുണ്ടല്ലോ എന്നും അതിൻ്റെ ഉപജീവന മാർഗത്തിന് അതിനെന്താണ് എവിടെ നിന്നാണ് എന്ന ചോദ്യവും മാത്യു കുഴൽനാടൻ ഉന്നയിച്ചു. അങ്ങനെ വാദപ്രതിവാദങ്ങളുടെ ഒരു രംഗം നമുക്ക് ആ വിഷയത്തിലും കാണാൻ കഴിഞ്ഞു. നോക്കാം ആ ഇടിവിട്ട് പ്രതികരണം. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, അതായത് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള വകുപ്പിൻ്റെ കീഴിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ പവേഴ്സ് ഇൻവോക്ക് ചെയ്ത് കരിമണലുള്ള മേഖലയിൽ നിന്നും മണ്ണ് നീക്കം ചെയ്യാനുള്ള
അനുമതി, അതായത് കരിമണൽ നീക്കം ചെയ്യണമെന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിനെ പറ്റത്തുള്ളൂ. അവിടുത്തെ മണ്ണ് നീക്കം ചെയ്യാനുള്ള അനുമതി അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു യോഗത്തിൽ എടുക്കുകയും ഫസ്റ്റ് പ്രയോറിറ്റി മൺസൂൺ വെള്ളം വന്ന് ആളുകൾ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നുള്ളതല്ല, വെള്ളം വന്ന് മണ്ണ് പോകുന്നതിന് മുമ്പ് മണ്ണെടുക്കാൻ പറയാം. തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാന ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. ഒരു നനഞ്ഞ ബോംബ് ഏറ്റവും അവസാന ദിവസം UDF എനിക്കെതിരെ എറിയാൻ ശ്രമിച്ചിരിക്കുകയാണ്. 2018 നടന്നൊരു സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തി 2026 തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഒരാക്ഷേപം ഉന്നയിക്കുക എന്ന് പറയുന്നത് ദുരുദ്ദേശപരമാണ് എന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അപ്പോൾ സത്യത്തെ എന്തോ അവർ ഭയക്കുന്നു. കള്ളപ്രചരണം നടത്തുക എന്നുള്ളതാണ് അവരുടെ ഒരു പ്രചരണ രീതി എന്നിടത്തേക്ക് കാര്യങ്ങൾ ചെന്നെത്തി നിൽക്കുകയാണ്. തോട്ടപ്പള്ളി സ്പിൽവേയിലെ 40 ഷട്ടറുകളും വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ 16/7/2008 പരമാവധി ഉയർത്തിയിട്ടുള്ളതാണ്. ഇതിൽ ഒരു ഷട്ടറിന്റെ ചെയിൻ ഹുക്ക് ഒഴിഞ്ഞുപോയത് കാരണം ഷട്ടർ താഴുകയും 15/8/2018 യന്ത്രസഹായത്താൽ ഷട്ടർ പരമാവധി ഉയർത്തുകയും ചെയ്തു. ഇത് വളരെ ക്ലിയർ ആയിട്ട് ഷട്ടർ അവിടെ തുറന്നു വെച്ചിട്ട് പിന്നെ മണലിനെ സഹായിക്കാനാണെന്ന് എന്തിനാ പറയുന്നത്? ഡിസാസ്റ്ററിൽ ഉള്ള ഉത്തരവാണ്. ഉത്തരവ് പ്രകാരമാണ് അത്. ഇറിഗേഷൻ വകുപ്പിന്റെ കീഴിലുള്ള പരിപാടിയല്ല. അത് ജില്ലാ കളക്ടറാണ് ഇത് ചെയ്യുന്നത്. ജില്ലാ കളക്ടറോടാണ് അത് ചോദിക്കുന്നത്. സ്വരാജ് കോടതി പോകുന്നതിനെ ആക്ഷേപിച്ച് പറഞ്ഞത് ഞാൻ കേട്ടു. അദ്ദേഹത്തെ പോലെ ഒരാൾ ഇത്രയും തരംതാണ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുന്നത് ഞാൻ പ്രതീക്ഷിച്ചില്ല. അന്തം കമ്മികളായിട്ടുള്ളവർ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഞാൻ കോടതിയിൽ പോകുന്നത് ജോലി ചെയ്ത് ജീവിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. ഞാൻ എന്റെ രാഷ്ട്രീയത്തിൽ നിന്നും 1 രൂപ വീട്ടിൽ കൊണ്ട് എന്റെ കാര്യത്തിന് ഉപയോഗിക്കുന്ന ആളല്ല. ഞാൻ കോടതിയിൽ കേസുകൾ നടത്തിയിട്ടുണ്ട്, അത് കേസ് ജയിച്ചിട്ടുണ്ട്, തോറ്റിട്ടുണ്ട്. ഞാനത് ചോദിക്കുന്നില്ല. സ്വരാജ് കോടതിയിൽ പോയിട്ട് എന്തായെന്ന് മറ്റാരെങ്കിലും ചോദിച്ചാൽ അദ്ദേഹത്തിന് മറുപടി ഉണ്ടോ? നിങ്ങളുടെ ഈ ആക്ഷേപം അധിക്ഷേപം കൊണ്ട് എന്റെ കോടതി പോക്ക് നിർത്തില്ല. കാരണം ദാറ്റ് ഈസ് മൈ ബ്രെഡ് ആൻഡ് ബട്ടർ. സ്വരാജിനോട് നീ വിരലി കൊണ്ട് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ജോലി എടുത്തിട്ടാണ് ജീവിക്കുന്നതെന്ന് ചോദിച്ചാൽ മറുപടി ഉണ്ടാകും. അതാണ് അത്തരത്തിൽ പരസ്പര വാദപ്രതിവാദങ്ങൾ ആ വിഷയത്തിലും തുടരുകയാണ്. ഏതായാലും തോട്ടപ്പള്ളി സ്പിൽവേ തുറക്കാൻ വൈകിയതാണ് പ്രളയത്തിന് കാരണമായത് എന്ന് വ്യക്തമാക്കുന്ന കെ കൃഷ്ണൻകുട്ടിയുടെ ഫോൺ സംഭാഷണം മാത്യു കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആവശ്യപ്പെട്ടിട്ടും അത് തുറന്നില്ല എന്നാണ് മാത്യുവിൻ്റെ ആക്ഷേപം. അത് തുറന്നാൽ താഴെയുള്ള മണൽത്തിട്ട് വെള്ളം കൊണ്ടുപോകും. അത് ഒരു സ്വകാര്യ കമ്പനിക്ക് മണലിൻ്റെ കരാർ നൽകിയിരുന്നു. ക്യൂബിക് മീറ്ററിന് 62 രൂപയ്ക്കാണ് കരാർ. അത് മറിച്ച് വിറ്റാൽ 2000 രൂപ കിട്ടും. എല്ലാ ചിലവും കഴിഞ്ഞാൽ 300 കോടി രൂപയെങ്കിലും ലാഭമായി കിട്ടും എന്ന് കെ കൃഷ്ണൻകുട്ടി പറയുന്ന തരത്തിലുള്ള ഒരു ഫോൺ സംഭാഷണമാണ് പുറത്തു വന്നത്. അപ്പോൾ തോട്ടപ്പള്ളി സ്പിൽവേക്ക് താഴെയുള്ള കരിമണൽ അത് ഒഴുകിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് ഡാം തുറക്കാതിരുന്നത്, അല്ലെങ്കിൽ തുറക്കാൻ വൈകിയത് എന്നും ഇത് കരാറുകാർക്ക് ലാഭമുണ്ടാക്കാനായിരുന്നു എന്നുമാണ് ആരോപണം. അപ്പോൾ പെരിങ്ങൽകുത്ത് ഡാം തുറക്കാൻ വൈകി എന്നും പറയുന്നുണ്ട്. അതിനു പിന്നിലും അഴിമതിയാണ് എന്നത് ഈ ഫോൺ സംഭാഷണത്തിൽ ഇന്നലെ അന്നാണ് ആരോപണമായി വന്നിരുന്നത്. അപ്പോൾ അത് കുഴൽനാടൻ അതും എടുത്ത് പറയുന്നുണ്ട്. നേരത്തെ തുറന്നുവിടേണ്ടിയിരുന്ന ഡാം അവസാന നിമിഷം തുറന്നതോടെ ചെങ്ങന്നൂർ മുങ്ങി. ആളിയാറിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് തുറന്നുവിടേണ്ടിയിരുന്ന വെള്ളം അവിടുത്തെ കോൺട്രാക്ടറുടെ താല്പര്യം സംരക്ഷിക്കാനായി ഇടിച്ചു നിർത്തി. അത് മറ്റൊരാരോപണമായി അദ്ദേഹം ഉന്നയിക്കുന്നു. ഒടുവിൽ ആളിയാറിലെ വെള്ളവും ഒരുമിച്ച് തുറന്നതോടുകൂടി ചാലക്കുടിയും മുങ്ങി. അങ്ങനെയാണ് ഈ ഫോൺ സംഭാഷണം പറയുന്നത്. ഇതാണ് ഒരു ആരോപണമായി മാത്യു കുഴൽനാടൻ ഉന്നയിക്കുന്നത്. ഇത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഈ വിഷയം കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. നാടിനെ നടുക്കിയ ആ മഹാപ്രളയം മനുഷ്യനിർമ്മിതമാണോ എന്ന ചോദ്യം അത് ഇങ്ങനെ അന്തരീക്ഷത്തിൽ തന്നെ ഉണ്ടാകും എന്ന കാര്യത്തിലും സംശയമില്ല. ഇനി മറ്റു ചില പ്രതികരണങ്ങൾ കൂടി നമുക്ക് ഇന്ന് നോക്കേണ്ടതുണ്ട്. രാജീവ് ചന്ദ്രശേഖർ എന്നൊരു അദ്ദേഹത്തിൻ്റെ ഒരു ആരോപണവുമായി അദ്ദേഹം ഇന്ന് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെ പലതും ഉണ്ടാക്കി പറയുന്നു എന്നാണ് അദ്ദേഹം ഇന്ന് പറയുന്നത്. നേമത്തെ BJP സ്ഥാനാർത്ഥിയാണ് രാജീവ് ചന്ദ്രശേഖർ. അപ്പോൾ MLA ആയിട്ട് എന്ത് ചെയ്തുവെന്ന് ശിവൻകുട്ടിക്കൊന്നും പറയാനില്ല. അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങൾ നിരാശയിൽ നിന്ന് വരുന്നതാണെന്ന് രാജീവ് ചന്ദ്രശേഖർ പറയുന്നു. വിവാദങ്ങൾക്ക് പിന്നാലെ പോകാൻ തനിക്ക് താല്പര്യമില്ല എന്നും രാജീവ് ചന്ദ്രശേഖർ എന്ന് പ്രതികരിച്ചു. ഇപ്പോൾ എല്ലാ ദിവസവും ഓരോന്നുണ്ടാക്കി പറഞ്ഞ MLA ആയി കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു എന്ന് പറയാൻ കഴിയാത്ത ഒരു സന്ദർഭത്തിൽ ഓരോന്നുണ്ടാക്കി പറഞ്ഞു. അങ്ങനെ തെളിവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലീസിനോട് പറയണ്ടേ? ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന രാഷ്ട്രീയമാണ്. ഒരു നിലവിലൊരു MLA മന്ത്രി ഇന്ന് പറയേണ്ടത് എന്താണ്? ജനങ്ങൾ എനിക്ക് അവസരം തന്നപ്പോൾ ഞാൻ ഇതെല്ലാം ചെയ്തു, ഇനി വരാൻ പോകുന്ന കാലത്തിൽ ഇത് ചെയ്യാൻ പോകുന്നു എന്നാണ് പറയേണ്ടത്. ഇതാണ് ജനാധിപത്യം, ഇതാണ് ഡെമോക്രസി.
താനൂരിനെ പാകിസ്ഥാൻ എന്ന് വിശേഷിപ്പിച്ചതിൽ ഇന്ന് വിശദീകരണവുമായി ഇന്ന് വി അബ്ദുറഹ്മാൻ രംഗത്തെത്തി. തിരൂരിൽ LDF സ്ഥാനാർത്ഥിയാണ് വി അബ്ദുറഹ്മാൻ. അദ്ദേഹം പറഞ്ഞത് ഒരു ക്രിക്കറ്റ് മാച്ചിനോട് താൻ ഉപമിച്ചായിരുന്നു അവിടെ സംസാരം നടത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹോം മാച്ച് എവേ മാച്ച് എന്ന നിലയിൽ ഇതൊക്കെ പറഞ്ഞത്. പാകിസ്ഥാൻ പരാമർശം അത്തരത്തിൽ ഉണ്ടായതാണ് എന്നും അബ്ദുറഹ്മാൻ പറഞ്ഞു. ഒരു ക്രിക്കറ്റ് മാച്ചാണ് യുവാക്കൾക്ക് ഏറ്റവും കൂടുതൽ ഹരമുള്ള കാര്യം. അത് നടക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ആ ആരവം പോലെ. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ തന്നെ പല സ്ഥലങ്ങളിലും, ഇപ്പോൾ ഡൽഹി പോയാലും ബോംബെ പോയാലും ഇവിടെ തന്നെ കോഴിക്കോട് പോയാലും എറണാകുളത്ത് പോയാലും നമ്മുടെ നാട്ടിൽ ഒരു ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് നടക്കുന്ന ആരവം പോലെയാണ്. എല്ലാ ഭാഗങ്ങളിലും പരസ്യവാഹനങ്ങൾ, ആളുകൾ പരസ്പരം ചർച്ച ചെയ്യുന്നു, ബെറ്റുകൾ വെക്കുന്നു. കൊല്ലത്ത് UDFന്റെ കൊട്ടിക്കലാശം കഴിഞ്ഞ് മടങ്ങിയ വാഹനമിടിച്ച് 2 ഹോക്കി താരങ്ങൾക്ക് പരിക്കേറ്റ സംഭവത്തിൽ പ്രതികരണവുമായി UDF സ്ഥാനാർത്ഥി ബിന്ദു കൃഷ്ണ. അപകടത്തെ CPM രാഷ്ട്രീയവൽക്കരിക്കുകയാണ് എന്നാണ് ബിന്ദു കൃഷ്ണയുടെ ആരോപണം. കാറിൽ തൻ്റെ കുടുംബത്തിലെ ആരും ഉണ്ടായിരുന്നില്ല. കാർ ഓടിച്ചത് തൻ്റെ മകനല്ല, സഹപാഠിയായ ഒരാളാണെന്നും ബിന്ദു കൃഷ്ണ പറഞ്ഞു. അപകടത്തിൻ്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. കേൾക്കാം ആ പ്രതികരണം. ഇന്നലെ UDFന്റെ കൊട്ടിക്കലാശത്തിന് ശേഷം കൊല്ലത്ത് KEC പ്രവർത്തകർ സഞ്ചരിച്ച് ഞങ്ങളുടെ വാഹനം ദൗർഭാഗ്യകരമായ അപകടത്തിൽപ്പെട്ടു. അപകടം അറിഞ്ഞ ഉടനെ തന്നെ ഞങ്ങളെല്ലാവരും ആ കുഞ്ഞുങ്ങളെ ആദ്യം ജില്ലാ ആശുപത്രിയിലും പിന്നീട് കുറച്ചുകൂടി വിദഗ്ധ ചികിത്സാ സൗകര്യമുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി കുഞ്ഞുങ്ങൾക്ക് മനുഷ്യസാധ്യമായ വിദഗ്ധ ചികിത്സ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇവിടുത്തെ CPM നേതൃത്വത്തിൽ LDF ഇതിനെ വലിയൊരു രാഷ്ട്രീയ പ്രശ്നമാക്കി, രാഷ്ട്രീയ പകപോക്കലിന് വേണ്ടി എന്നെ വേട്ടയാടാനുള്ള ആയുധമാക്കി മാറ്റി. എൻ്റെ കുടുംബത്തിൽ ആരും തന്നെ ആ വാഹനത്തിൽ ഉണ്ടായിരുന്നില്ല, ഭർത്താവ് മകനും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് മകനുണ്ട് എന്ന രീതിയിൽ കള്ളവാർത്ത പ്രചരിപ്പിക്കുകയും അങ്ങനെ ഒരുപാട് വ്യാജ വാർത്തകൾ ഇത് സംബന്ധിച്ച് പ്രചരിപ്പിച്ചു. സത്യത്തിൽ എനിക്ക് അവരോട് പറയാനുള്ളത്, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരെ അറിയുന്നില്ല, ഇവരോട് പുറക്കേണമേ എന്നുള്ളതാണ്. എങ്ങനെ കഴിയുന്ന CPM എന്ന് എനിക്ക് അറിഞ്ഞൂടാ. തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയ സമയം മുതൽ എന്നെ പല രീതിയിൽ ആക്രമിക്കാനും അവഹേളിക്കാനും ഈ CPM ശ്രമിക്കുന്നുണ്ട്. അതാണ് ബിന്ദു കൃഷ്ണയുടെ പ്രതികരണം. ഇനി നമുക്ക് ഇന്ന് ഒരു സ്ഥാനാർത്ഥി പൊട്ടിക്കരഞ്ഞു, അതിൻ്റെ ദൃശ്യങ്ങൾ കാണാം. ഇലക്ഷൻ ട്വിസ്റ്റ്. അടൂർ നിയോജക മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിക്കെതിരെ ലഘുലേഖ വിതരണം ചെയ്തതായി ബന്ധപ്പെട്ട് ഒരു രാഷ്ട്രീയ വിവാദം അവിടെ വന്നിരുന്നു. UDF സ്ഥാനാർത്ഥിയായ CV ശാന്തകുമാർ ഒരു കൊലക്കേസ് പ്രതിയാണ് എന്ന തരത്തിൽ എഴുതിയുള്ള ലഘുലേഖയാണ് വിതരണം ചെയ്തത്. അത് അവാസ്തവമായ ഒരു കാര്യമായിരുന്നു. വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി ഇത് സംബന്ധിച്ച് CPM പ്രവർത്തകരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ചിലരെ ചിറ്റയം ഗോപകുമാർ അവിടെ അടൂർ പോലീസ് സ്റ്റേഷനിൽ എത്തി ഉപരോധിച്ചതിന് പിന്നാലെ ഇറക്കിവിട്ടു എന്ന വാർത്തകൾ പുറത്തു വന്നു. തന്നെ ഇല്ലാതാക്കാൻ ഉള്ള ഒരു ശ്രമമാണ് LDFന്റെ ഭാഗത്ത് നടക്കുന്നത് എന്ന് CV ശാന്തകുമാർ എന്ന് പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം പൊട്ടിക്കരയുകയും ചെയ്തു. കാണാം ആ ദൃശ്യം. കളക്ടർ സത്യസന്ധമായ അന്വേഷണം നടത്തി പ്രതികളെ കണ്ടെത്തണമെന്നാണ് പറയുന്നത്. എനിക്ക് ആരെയും ശിക്ഷിക്കണമെന്ന് എനിക്കില്ല. സത്യസന്ധമായി അന്വേഷണം നടത്തണമെന്നാണ് ഞാൻ എന്റെ അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്. എന്റെ വക്കീൽ ഭാഗത്ത് ഞാൻ എന്റെ അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്. നിലവിൽ ഒരു കേസ് എനിക്കില്ല. ഞാൻ പത്തനംതിട്ട ബാർ അസോസിയേഷൻ ബാങ്ക് മെമ്പറാണ്. ഞാൻ ഈ കോടതിയിലും പ്രാക്ടീസ് ചെയ്യുന്ന വക്കീൽ. എന്റെ ഫയൽ ഇപ്പോഴും RDOയുടെ മുന്നിലുണ്ട്. ഞാൻ പ്രതിയാണെന്നാണ് പറഞ്ഞത്. നിലവിൽ ഞാൻ പ്രതിയാണ്. ഞാൻ ശിക്ഷിക്കപ്പെട്ട പ്രതിയാണെന്നാണ് പറയുന്നത്. ഒരു കോടതി എന്നെ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. എന്റെ നിലവിൽ ഒരു കേസ് പോലും എനിക്കില്ല. നിരപരാധിക്കാരനായി എന്നെ ആക്ഷേപിക്കാൻ, എന്റെ കണ്ണന്റെ ജീവൻ ഇല്ലാതാക്കിയ പോലെ, MG കണ്ണനെ ഇല്ലാതാക്കിയ പോലെ എന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഇവർ ശ്രമിക്കുന്നത്. ഇതേ തെരഞ്ഞെടുപ്പിൽ MG കണ്ണനെ ഇവിടെ ഇരുന്നു, ഞാനും ഇവിടെ ഇരുന്നു. ഇതുവരെ സ്ഥിരം പദവിയായി മാറ്റിയിരിക്കുകയാണ്. വളരെയധികം സങ്കടമുണ്ട്. തെരഞ്ഞെടുപ്പാണ്, ജനാധിപത്യമാണ്. ജനങ്ങൾ തീരുമാനിക്കട്ടെ ആര് ജയിക്കണം ആര് തോൽക്കണമെന്ന്. ഞാൻ അതിനെ അംഗീകരിക്കുന്ന ആളാണ്. ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട്, ജില്ലാ കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, റിട്ടേണിംഗ് ഓഫീസർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, സൈബർ സെല്ലിന് പരാതി കൊടുത്തിട്ടുണ്ട്. സൈബർ സെല്ലിൽ നിന്ന് അതെല്ലാം നീക്കം ചെയ്തിട്ട് എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. എന്റെ ഫോണിൽ ഇപ്പോഴും മെസ്സേജ് റെക്കോർഡ് എടുത്തുകൊണ്ട് ശാന്തകുമാറിനെതിരെയുള്ള എല്ലാം നീക്കം ചെയ്തിട്ട് ഇനി അങ്ങനെ ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നീടാണ് ആ മാറ്റർ തന്നെയാണ് ഇപ്പൊ നോട്ടീസായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. നോട്ടീസ് വെച്ച് പേര് വെച്ചിറങ്ങിയോട്ടെ, പേര് വെച്ചിറങ്ങിയോ എനിക്ക് കുഴപ്പമില്ല.
അതാണ് ഈ വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ സാധാരണ അതിനെ ധൈര്യത്തോട് നേരിടുന്ന രാഷ്ട്രീയ നേതാക്കളെ കാണാം. ഇവിടെ പൊട്ടിക്കരയുന്നതിൻ്റെ ചില ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഏതായാലും വ്യക്തികളുടെയും പാർട്ടികളുടെയും മാത്രമല്ല രാഷ്ട്രീയത്തിൻ്റെ നിലവാരം കൂടി അളക്കുന്നതാകും ഈ തിരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ സംശയമില്ല. ജനാധിപത്യം നിലനിൽക്കുന്നത് നിയമങ്ങളുടെയോ അതുപോലെ ശക്തമായ ഭരണഘടനാ സ്ഥാപനങ്ങളുടെയോ കാവലിലാകാം. പക്ഷേ അതിനേക്കാളൊക്കെ അപ്പുറത്ത് ജാഗ്രതയുള്ള വോട്ടർമാരുടെ തീരുമാനങ്ങളിലാണ് അത് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വിവാദങ്ങൾക്കപ്പുറം സത്യവും അസത്യവും തിരിച്ചറിയാനുള്ള ഉത്തരവാദിത്വം അത് വോട്ടർമാർക്കുണ്ട്. ഇനി അത് മുഴുവൻ വോട്ടർമാരുടേതാണ്. ജനാധിപത്യത്തിൻ്റെ നീതി അത് അവസാനം ജയിക്കുക തന്നെ വേണം. അതിനുള്ള വഴിയാണ് നാളത്തെ വോട്ട്. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു വോട്ടിംഗ് ദിനം ആശംസിക്കുന്നു. ഇന്നത്തെ ഇലക്ഷൻ ചാനൽ ഇവിടെ സമാപിക്കുന്നു. താങ്ക് യു, ഗുഡ് ബൈ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.